ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അധികം നടന്നു പോയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. നമ്മുടെ ഹാർട്ട് റേറ്റിന്റെ ഒരു 70% നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം നമ്മൾ നടക്കുമ്പോൾ. ഈ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് PCOD ഉള്ളവർക്കും തൈറോയിഡ് ഉള്ളവർക്കും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ. ഞാനൊരു ഹൈപ്പോതൈറോയിഡ് പേഷ്യന്റ് ആണ്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പൊ ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് വെയിറ്റ് ലോസിന്റെ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന വെയിറ്റ് ലോസ് ചലഞ്ച് ആണ്. 7 ഡേ ചലഞ്ച് ആണ് കേട്ടോ. അപ്പൊ 7 ദിവസം ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വണ്ണം കുറയും. അതുപോലെ തന്നെ ബെല്ലി ഫാറ്റ് ഒക്കെ കുറയും കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കോഫി കുടിക്കും. അതായത് നമ്മൾ പഞ്ചസാരയോ ഒന്നും ഇടാതെ തന്നെ നമ്മുടെ കോഫി പൗഡർ ഉണ്ടല്ലോ, കോഫി പൗഡർ നല്ല വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പൗഡർ ഇട്ടിട്ട് അതാണ് ഞാൻ കുടിക്കുന്നത്. ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെ ബ്ലാക്ക് കോഫി അത് കുടിക്കും. അത് കുടിച്ചതിന് ശേഷം പിന്നെ എനിക്ക് വിശക്കുമ്പോൾ മാത്രം, അതായത് ഇപ്പൊ രാവിലെ അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വിശന്നില്ല, ഞാൻ ഒന്നും കഴിക്കില്ല. വിശക്കുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാനൊരു 3 മുട്ട പുഴുങ്ങിയും കഴിക്കും. അപ്പൊ നമുക്ക് പ്രോട്ടീൻ ആയിട്ടുണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലഞ്ച് ആണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ലഞ്ച് ടൈം വരെ ചിലപ്പോൾ ചിലവർക്ക് വിശക്കാം. അപ്പൊ അങ്ങനെ വിശക്കും നമുക്ക് കഴിക്കണമെന്നൊരു ടെൻഡൻസി തോന്നുവാണ് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റോ കുക്കുംബറോ എന്തെങ്കിലുമൊക്കെ കൈ പിടിച്ചിട്ടുണ്ടാവണം, അത് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പെട്ടെന്ന് വിശപ്പ് അങ്ങ് മാറിക്കോളും. ക്യാരറ്റൊക്കെ എന്ന് പറയുമ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് അങ്ങോട്ട് അടഞ്ഞോളും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്ലാക്ക് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വിശക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് കോഫി അതുപോലെ കുക്കുംബർ അല്ലെങ്കിൽ ക്യാരറ്റ് ഒക്കെ നമുക്ക് വിശപ്പ് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു, ഒരു കുഴപ്പമില്ല. അപ്പൊ ലഞ്ച് ടൈമായി. ലഞ്ച് ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തണ്ണിമത്തനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇത് തണ്ണിമത്തനാണ്, തണ്ണിമത്തൻ. പിന്നെ ഇത് ഗ്രേപ്സ് ആണ്. അതുപോലെ തന്നെ ഇത് പഴമാണ്. പിന്നെ ഇത്രയും ഫ്രൂട്ട്സ്. പിന്നെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ഇത് ഓറഞ്ചാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന തൈരാണ്, നല്ല തൈര്. പിന്നെ കുറച്ച് എനിക്കൊരു എരിവ് ഇഷ്ടമാണ്. എരിവ് വേണ്ടാത്തവർക്ക് എരിവ് യൂസ് ചെയ്യണ്ട. എനിക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതാണ് എൻ്റെ ലഞ്ച് എന്ന് പറയുന്ന ഒരു ബോൾ ഫുള്ളുണ്ട്. ഫ്രൂട്ട്സ് ആണ്. ഇത് ലഞ്ചായിട്ട് ഞാൻ കഴിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് യോഗേർട്സിൽ ഒരുപാട് പ്രോബയോട്ടിക്സ് ഉണ്ട്. അതായത് ബാക്ടീരിയ ഉണ്ട് നമ്മുടെ ഗട്ടിന്, അതായത് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഡൈജഷനൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങൾ യോഗേർട്ടിനുണ്ട്, നമ്മുടെ ദഹനത്തിനെ സഹായിക്കും, എല്ലാം ഉണ്ട്. അതുപോലെ ഞാനിപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ കഴിക്കുമ്പോൾ പൈനാപ്പിൾ വെരി ഗുഡ് ആയിട്ടുള്ളൊരു എന്താ പറയാ, നല്ലൊരു ഇതാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് വെരി ഗുഡ് ആണ്. അപ്പൊ പൈനാപ്പിൾ നമ്മൾ യൂസ് ചെയ്താൽ നല്ലതാ. മാങ്കോയിലൊക്കെ ഒരുപാട് റിച്ച് ഫൈബേഴ്സ് ഉണ്ട്. ഫൈബറൊക്കെ ഉള്ളത് നല്ലതാണ് നമ്മുടെ ഗട്ടിന്. അപ്പം മാങ്കോ, പൈനാപ്പിൾ അതൊക്കെ എടുക്കാം. ഞാനിപ്പം ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. മാങ്കോ, പൈനാപ്പിളും പിന്നെ നമ്മുടെ മാതള നാരങ്ങ ഉണ്ടല്ലോ, അതും ഒക്കെ കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് കഴിച്ചത് നല്ലതാണ് കേട്ടോ. എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ട് ഞാൻ അതും കൂടി യൂസ് ചെയ്യും. അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാണ്. അപ്പം ഇതാണ് ഞാൻ ഫസ്റ്റ് ലഞ്ചായിട്ട് ഞാൻ കഴിക്കുന്നത്. ടേസ്റ്റ് എങ്ങനെയായിട്ട് നോക്കാം. എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു പുളി, അതുപോലെ തന്നെ ചെറിയൊരു എരിവ്, മധുരം, അത് തന്നെ മതി. ബനാനയൊക്കെ സൂപ്പറാണ്. നമ്മുടെ പഴത്തിലൊക്കെ ഒരുപാട് പൊട്ടാസ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ദഹനത്തിനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്കൊക്കെ അടിപൊളിയാണ്. അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ വിശപ്പുകളും അതുപോലെ തന്നെ വണ്ണവും കുറയും. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. ഇന്ന് ഡിന്നർ കാണിച്ചു തരാം. അപ്പൊ ലഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിടക്ക് ലഞ്ചിന്റെയും ഡിന്നറിന്റെ ഇടയിലായിട്ട് ഒരു ബ്ലാക്ക് കോഫി കൂടി ഞാൻ കുടിക്കും. അതിനുശേഷം ഇതാണ് എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്. ഡിന്നർ എപ്പോഴും നമ്മളിപ്പം ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഡിന്നർ എപ്പോഴും 4 മണിക്ക് ഞാൻ കഴിക്കും. 4 മണിക്ക് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു ഫുഡും ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ നിങ്ങളല്ലാതെ നോർമലായിട്ടുള്ളവരാണെങ്കിൽ, ഇപ്പം നോർമലായിട്ട് ഫുഡ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിന്നറ് ഒരു 7 മണിക്കുള്ളിലെങ്കിലും ഡിന്നർ ഫിനിഷ് ആയിട്ടുണ്ടാവണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് പിന്നെ നേരെ പോയി കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഈ രാത്രി ടൈമിലാണ് നമുക്ക് എന്താ പറയാ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ബോഡി കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് രാത്രി ടൈമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
രാത്രി കാലത്ത് നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ പോയി കിടക്കരുത്. അതുപോലെ തന്നെ രാത്രിയിലത്തെ ഫുഡ് എപ്പോഴും നിങ്ങളതൊരു ഹാബിറ്റായിട്ട് എടുക്കുക. ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു ഹാബിറ്റാണ്, ഞാൻ വൈകുന്നേരം തന്നെ രാത്രിയിലത്തെ ഫുഡ്, ഇപ്പം ഡയറ്റ് എടുത്തില്ലെങ്കിൽ കൂടി ഞാൻ വൈകുന്നേരം ഫുഡ് കഴിക്കും. രാത്രിയിലത്തെ ഫുഡ് 4 മണിക്കുള്ളിൽ ഞാൻ കഴിക്കും. അപ്പം അങ്ങനെ കഴിക്കുന്നത് ഒരു ഹാബിറ്റാക്കി എടുക്കുക. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കുക്കുംബർ ഉണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ യോഗേർട്ട്, നമ്മുടെ തൈര്, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇട്ടാൽ മതി, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് ചെറിയൊരു സ്പൈസ് വേണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആഡ് ചെയ്തത്. അപ്പൊ ഇത് 4 മണിയാകുമ്പോൾ ഞാൻ കഴിക്കുന്നത് ഈ ഒരു സാലഡാണ്. ഇതിന്റെ ടേസ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത് ഞാൻ 2-3 പച്ചമാങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട്. പച്ചമാങ്ങ എടുക്കണമെന്നില്ല, കണ്ടോണ്ട് ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. ഇതാണ് ഇപ്പൊ എന്റെ ഡിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 മണിക്ക് ഞാൻ ഈ വെജിറ്റബിൾ സാലഡ് കൂടി കഴിച്ചതിന് ശേഷം ഞാൻ 4 മണിക്ക് ശേഷം ഇപ്പൊ എന്റെ കുഞ്ഞുവാവയ്ക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരേണ്ട ഒരു ടൈമിങ് കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ പിന്നെ നടക്കാൻ പോകുന്നത്. രാവിലെ നടക്കാൻ പോയാലും കുഴപ്പമില്ല, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എൻ്റെ ഒരു സൗകര്യം അനുസരിച്ച് ഞാൻ വൈകുന്നേരം നടക്കാൻ പോകുന്നത്, 4 മണിക്കൊക്കെ ശേഷം. അത് ഒരു 6 മണിയൊക്കെ ആവും ഞാൻ നടക്കാൻ പോകുമ്പോൾ. ദിവസം ഒരു 10,000 സ്റ്റെപ്സ് ഞാൻ വെക്കാറുണ്ട്. അതും 10,000 നമ്മൾ വെറുതെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ 2 കൈ നല്ലപോലെ വീശി നടക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ്, ഇപ്പം നമ്മുടെ നോർമൽ ഹാർട്ട് റേറ്റിൽ പോയാൽ പറ്റില്ല, വെറുതെ ചുമ്മാ പതിയെ നടന്നു പോയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. നമ്മുടെ ഹാർട്ട് റേറ്റിന്റെ ഒരു 70% നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവണം നമ്മൾ നടക്കുമ്പോൾ. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 220 നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് എങ്കിൽ 220 നിങ്ങളുടെ ഏജ് എത്രയാണ്, ഇപ്പൊ ഏജ് 40 ആണെന്നുണ്ടെങ്കിൽ ആ 40 കുറയ്ക്കുക. 120 40 കുറയ്ക്കുമ്പോഴേക്കും 180 കിട്ടും. ആ 180യുടെ 70% എടുക്കും. 70% എന്ന് പറയുമ്പോൾ 126 വരും. അപ്പൊ 126 ആണ് നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ്. ആ ഒരു ഹാർട്ട് റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഹാർട്ട് റേറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ നടക്കണം. ഓക്കെ, ഈ ഹാർട്ട് റേറ്റ് നമുക്ക് കൗണ്ട് ചെയ്യാൻ നമ്മൾക്ക് ഈ ഫിറ്റ്നസ് വാച്ച് ഒക്കെ ഉണ്ടാവും, അതിൻ്റെ അകത്ത് നമുക്ക് ഹാർട്ട് റേറ്റ് ഒക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഹാർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഹാർട്ട് റേറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ വാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു രീതിയിൽ നിങ്ങൾ നടക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവും. 7 ഡേയ്സ് നിങ്ങൾ ഇത് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ ഫ്രൂട്ടും വെജിറ്റബിൾസും അതുപോലെ തന്നെ പ്രോട്ടീനും വെച്ചിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ പറഞ്ഞത്. കാർബ്സ് ഒട്ടും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു ഡയറ്റ് ഒരു 7 ഡേയ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളുടെ വെയിറ്റ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ വാക്കിങ്ങും 10,000 സ്റ്റെപ്പ് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നടന്നു കഴിഞ്ഞതിന് ശേഷം വന്നു കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കും. ജ്യൂസ് കഴിക്കണമെന്ന് തന്നെ ഇല്ല, നമ്മൾ ഫ്രൂട്ട് ആയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഞാൻ ജ്യൂസായിട്ട് കുടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ദാഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന്റെ പകരമായിട്ട് ഞാൻ ജ്യൂസ് പോലെ, അത് തണ്ണിമത്തന്റെ ജ്യൂസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വലിയ റേറ്റ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ദാഹവും വിശപ്പ് കിടാനും നല്ലതാണ് തണ്ണിമത്തന്റെ ജ്യൂസ്. അപ്പം ഞാൻ തണ്ണിമത്തന്റെ ജ്യൂസ് ഒരു ഗ്ലാസ് കുടിക്കും നടന്നതിന് ശേഷം. ഈ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് PCOD ഉള്ളവർക്കും തൈറോയിഡ് ഉള്ളവർക്കും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ. ഞാനൊരു ഹൈപ്പോതൈറോയിഡ് പേഷ്യൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത ഒരു മെത്തേഡാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്യൂ, ഡെഫിനറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ അതിനുശേഷം ഈ ഒരു 7 ഡേയ്സ് നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് എന്തായാലും കുറയുമല്ലോ. കുറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു കൺട്രോൾ, അതായത് കാർബോഹൈഡ്രേറ്റ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം വീണ്ടും നമുക്ക് എന്താ പറയുക വണ്ണം കൂടും. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിൽ കൂടുതൽ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക. അതായത് പ്രോട്ടീൻസ് എന്ന് പറയുമ്പം മുട്ടയുടെ വെള്ളയും മഞ്ഞയും കഴിക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും കഴിക്കാം. അതുപോലെ തന്നെ ചെറുപയർ, കടല, പരിപ്പ്, പയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. അതെല്ലാം പ്രോട്ടീൻ റിച്ച് ആണ്. ഓക്കെ, അപ്പോൾ അത് പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുക. അപ്പോൾ അതുപോലെ പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് വിശപ്പും കുറയും. ഓക്കെ, അപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റ് പീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആവിയിലൊക്കെ വേവിച്ചിട്ടൊക്കെ കഴിക്കാം. ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ കഴിക്കാതെ ആവിയിൽ വേവിച്ചെടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കാം. അതുപോലെ നിങ്ങളിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ദോശ എന്തും ആയിക്കോട്ടെ, അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദോശ കഴിക്കുക. പിന്നെ എന്തെന്നാ നിങ്ങളുടെ കൂടെ നിങ്ങൾ കഴിക്കാനായിട്ട്, ഇപ്പം ദോശ എന്ന് പറയുമ്പോൾ എന്തായാലും കാർബോഹൈഡ്രേറ്റ് ആയിരിക്കുമല്ലോ. അരിദോശയോ ഗോതമ്പ് ദോശയോ എന്താണെന്ന് വെച്ചാൽ അത് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. ഒരു ദോശ എടുക്കുക. പിന്നെ അതിൻ്റെ അത് നമ്മൾ കടലയോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ അങ്ങനെയുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള കറി എടുക്കുക. അപ്പം കടലാണെന്നുണ്ടെങ്കിൽ കുറേ കടല എടുക്കുക. അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഒക്കെ ആണെങ്കിൽ കുറേ ഗ്രീൻ പീസ് എടുക്കുക. അപ്പം നമുക്ക് വിശപ്പും കെടും, കൂടുതൽ പ്രോട്ടീൻ നമ്മുടെ
അകത്ത് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറച്ചായിരിക്കും നമ്മൾ കഴിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ലഞ്ച് കഴിക്കേണ്ട സമയത്ത് ഒരു പ്ലേറ്റ് എടുക്കുക. ആ പ്ലേറ്റിന് നമ്മളിങ്ങനെ ഭാഗിച്ചിട്ട് ഒരു പോർഷനിൽ, അതായത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ മാത്രം ചോറെടുക്കുക. ബാക്കി നമ്മൾ വെജിറ്റബിൾസ് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ കറിയായിട്ട് എടുക്കാം, വെജിറ്റബിൾ കറികൾ എടുക്കാം. അതല്ല കറികളായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ കുക്കുംബർ, ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഒരു പോർഷനായിട്ട് വെക്കാം. അതുപോലെ തന്നെ മുട്ട ജസ്റ്റ് വെറുതെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അതല്ല ഫ്രൈ ആക്കണം എന്നല്ലേ ബോയിൽഡ് ആയിട്ടുള്ള എഗ്ഗ് കഴിക്കുന്ന ഏറ്റവും നല്ലത് എപ്പോഴും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീം ചെയ്തിട്ടുള്ള ചിക്കൻ പീസ് അതെടുക്കാം. പിന്നെ കുറച്ച് ചോറെടുക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസും കൂടി കുടിക്കാം. ഓക്കെ, അപ്പം തന്നെ നമ്മുടെ വിശപ്പ് നല്ലപോലെ കെടുകയും ചെയ്യും. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറച്ച്, അതായത് ചോറ് കുറച്ചാണ് നമ്മൾ കഴിച്ചത്. ഈ ചോറ് കുറേ അങ്ങ് കണ്ടമാനം കഴിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഭയങ്കര തെറ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുന്നത് എങ്ങനെയാ, കൂമ്പാരം പോലെ ചോറ്, കുറച്ച് കറി, ഇങ്ങനെയല്ല നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. നമ്മൾ ആ ഒരു രീതി, നമ്മൾ കുട്ടികളെയും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം, ആ ട്രാക്കിലേക്ക് കൊണ്ടുവരണം. അതായത് നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗവും വെജിറ്റബിൾസും പ്രോട്ടീൻസും ഫ്രൂട്ടും ആയിരിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഫ്രൂട്ട്സ് പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ കുറച്ച് കാർബോഹൈഡ്രേറ്റ്, അങ്ങനെ നമ്മൾ കഴിക്കാവുള്ളൂ. ഓക്കെ, അപ്പം ഫ്രൂട്ട്സ് ആ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുക. ഡിന്നർ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ കഴിക്കുക. അതുപോലെ തന്നെ ഡിന്നർ 4 മണി ചിലപ്പോൾ ഇമ്പോസിബിൾ ആയിരിക്കും 4 മണിക്ക് കഴിക്കേണ്ട. ഒരു 7 മണിക്ക് മുൻപെങ്കിലും നിങ്ങൾ ഡിന്നർ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഡെയിലി എന്തെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നടക്കാൻ പോകാൻ പറ്റുന്നില്ല, പ്രയാസമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചെയ്യണ്ട. നിങ്ങൾ എന്തെങ്കിലും ഒരു പാട്ടിട്ടിട്ട് നിങ്ങൾ നല്ലപോലെ ബോഡി വർക്ക് ചെയ്യുന്ന രീതിയിൽ, ഹീറ്റ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള ഡാൻസുകൾ, ചുമ്മാ ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിൽ വെറുതെ കിടന്ന് തുള്ളിയാൽ മതിയാവും. അപ്പോൾ ആ ഒരു രീതി നിങ്ങളുടെ ഹാബിറ്റിലേക്ക് കൊണ്ടുവരിക. അതല്ലാതെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് മാത്രം ഡയറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം ഡയറ്റ് ചെയ്ത് അങ്ങനെ പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഇത്ര ഒരു നല്ല സ്ട്രിക്റ്റ് ഡയറ്റ് ഒരു 7 days എടുക്കുക, ഇതുപോലുള്ള സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കുക. അതിനുശേഷം നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്ത് പോവുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഹാര രീതിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് തടി വെക്കില്ല, ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല, നല്ല ഹെൽത്തി ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും, നല്ല സുന്ദരന്മാരായിട്ടിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതി നിങ്ങൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോഴേക്കും ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ടേക്ക് കെയർ.